ഹലോ, ഇന്നത്തെ വീഡിയോ കയാക്കിങ്ങിൻ്റെയാണ്. നമ്മളൊരു ചെറിയൊരു ബോട്ടല്ല, പ്ലാസ്റ്റിക് ഇതെന്താണ് സംഭവം? എന്താണ് സംഭവം ഇത്? ഈ സാധനം ബോർഡിൻ്റെ പേരെന്തോ? ബോട്ട്. അത് തന്നെ, ചെറിയ ബോട്ട്. എറണാകുളം വൈക്കത്തുള്ള കയാക്കിംഗ് സ്പോട്ടിലാണ് നമ്മളിപ്പോൾ. കിഴക്ക് കയാക്കിംഗ് എന്ന് നമ്മൾ ലൊക്കേഷനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്പോട്ട് കിട്ടും. നമ്മുടെ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയാക്കുകളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ. പിന്നെ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷനൊക്കെ തന്നു. കയാക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് തുഴയേണ്ടത് എന്നൊക്കെ. ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റിവേഴ്സ് ചെയ്യാനാണ് അതിൻ്റെ ബ്രേക്ക്. ബാക്കിലേക്ക് പോകുമ്പോൾ ഫ്രണ്ടിലേക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബ്രേക്ക്. ഓക്കെ, കുത്തി അതന്നെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരു സെമി സർക്കിൾ ഉണ്ടാക്കിയാൽ ഫ്ലോ എടുത്തതിൽ അതന്നെ വെള്ളത്തിൽ. ഇടത്തേക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇടത്തേക്ക് തിരിയാൻ വേണ്ടിയിട്ട് വലത്തെ സൈഡിൽ ഒരു സെമി സർക്കിൾ ഉണ്ടാക്കിയാൽ മതി. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിയും. വെള്ളത്തിലെല്ലാം ഓപ്പോസിറ്റാണ്. ഓക്കെ, ആ ഇടണം. ഇട്ടാടില്ല, അത് ഇരുന്ന് കഴിയുമ്പോൾ അറിയില്ല. ഇതിലില്ല, ഇല്ല അതിലില്ല. നേരെ അവിടെ പോയിട്ട് കയാക്കിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ടെസ്റ്റിലാണ്. നമ്മൾ ഓട്ടിച്ച് പഠിക്കുകയാണ് ഇപ്പോൾ. ടീമുകളെല്ലാവരും നമ്മളെ പൈലറ്റ് ഒന്ന് മാറിപ്പോടെ ആയിക്കോട്ടെങ്കിലും അങ്ങോട്ട് തിരിക്കും. എങ്ങനെയുണ്ട്? ഡബിളുണ്ട്, സിംഗിളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ ചേട്ടൻ ഇതിനെല്ലാം സെറ്റാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്താ ഇപ്പോൾ കയാക്കിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് സുഗുണൻ, എല്ലാവരും കയാക്കിങ്ങിൻ്റെ പരിപാടിയിലാണ്. പോട്ടെ 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 പോട്ടെ, ചേട്ടൻ പോയി. അടങ്ങിയിരിക്കാനല്ലേ, അതൊക്കെ ഒരു തഞ്ചത്തിനാ കൊണ്ടുപോകുന്നു. അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോടാ. ആഗ്രഹമില്ല, തിരിക്കണ ഞാനൊന്ന്. ഞാൻ പേടിച്ചത് പേടിക്കണ്ട. എങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങോട്ടാണല്ലേ? ഓക്കെ, പാട്ടൊക്കെ അടി. പിന്നെ അടിപൊളിയായിട്ട് നമുക്ക് പോയേക്കാം. പിന്നല്ല. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരമായി. പക്ഷെ ഒരു ഉച്ച സമയത്ത് നമ്മളൊരു 3 മണിക്കെങ്കിലും ഇവിടെ എത്തിയിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു, നല്ല വെട്ടം കിട്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ ഇത് കഴിയുമ്പം ഏകദേശം ഇരുട്ടാണ്. അദ്ദേഹമാണ് വള്ളത്തിൽ ആദ്യം മറിഞ്ഞ വ്യക്തി, സുരേഷ് ഗോപി. തായി കൊണ്ട് ഫോൺ പോയില്ല. ഫോണ് നമ്മൾ പുള്ളി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനൊരു ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവം തരും. അതാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഫോൺ ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞു കഴിഞ്ഞാലും ഫോൺ വെള്ളത്തിൽ പോകില്ല. ഇപ്പോൾ നടുക്കാണ് കായലിൻ്റെ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. ഇദ്ദേഹം ഇവിടുത്തെ ഹെവി ഡ്രൈവറാണ്. ഹെവി ഡ്രൈവർ വിളിക്കാൻ പോണവരെയൊക്കെ മുകളിലൊരു ലൈറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കോ ഡ്രൈവറാണ്. ഇടിക്കലിടിക്കലടി. നമുക്ക് ചേട്ടൻ്റെ അടുത്ത് പോയാൽ ചേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ തിരക്കാം. ചേട്ടത് ഒരുപാട് ദൂരമുണ്ട്. 2.5 കിലോമീറ്ററോളം കവർ ചെയ്യും. 2.5 കിലോമീറ്റർ. ആ, ഞങ്ങൾ വ്ലോഗ് ചെയ്യുന്നതാണ്. യൂട്യൂബ് ചാനലുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഒക്കെ വരൂലേ? പിന്നെ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ മൂന്നാറൊക്കെ പോയിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ വരികയാണ്. നമ്മൾ ഇത് കുറച്ചാളുകൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മൾ വർക്കിലൊക്കെ തിരക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ റൂട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ കയറിയതാണ്. സാധാരണ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ തൂക്കുവാലം ഉണ്ട്. ആ തൂക്കുവാലം കയറിയിട്ട് അവിടെ നിന്ന് കുറച്ചുണ്ട്. അവിടെ കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയാൽ നമുക്കൊരു ഇടത്തോടുണ്ട്. ഇത് മൂവാറ്റുപുഴയാറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴിയായ ഇടത്തോടിൽ നമ്മൾ കയറും. അങ്ങനെ കയറി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കണ്ട് തിരിഞ്ഞ് ഇങ്ങനെ തിരിച്ചപ്പുറത്ത് തന്നെ ഇറങ്ങി വന്നിട്ട് നമ്മൾ അപ്പുറത്തൂടെ സൈഡിൽ വന്നിട്ട് അവിടെ അങ്ങോട്ട് കയറും. അങ്ങനെയാണ് സാധാരണ നമ്മുടെ റൂട്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതല്ല. ഇന്നിപ്പം നമ്മൾ ഈ തൂക്കോലം പോകും. തൂക്കോലത്ത് അവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയ തോടില്ലേ അതിൻ്റെ അകത്തോട്ട് പോകും. ആ തോടിൻ്റെ അകത്തോട്ട് പോകും. നിങ്ങൾ ഒരുപാട് നാളായോ ഇവിടെ? നമ്മളിപ്പോൾ 11ാമത്തെ മാസം. 11ാമത്തെ മാസമായി. 1 വർഷം ആവുന്നത്. അതെ, 1 വർഷമായിട്ടില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ? നിങ്ങളാണ് മെയിൻ? ഞാനും നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്. ഫ്രണ്ട്സ് എല്ലാം ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ഇന്ന് ഉണ്ടായിരുന്നു? ഇന്ന് രാവിലെ ഗസ്റ്റ് ഇല്ലായിരുന്നു. ഇല്ല. ഇന്നലെ ഉണ്ടായിരുന്നു. ശനി ഞായറത്തെ ക്ഷീണം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങിയപ്പോഴാണ് നിങ്ങളെ വിളിച്ചത്. അതെ തന്നെ, സമയം ഇട്ടാവുന്ന മുമ്പ് നമുക്ക് കവർ അപ്പം ഇരുട്ടാവുന്ന മുമ്പ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അതിനായിട്ട് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. ഇതാണ് നമ്മളെ അപ്പോൾ ഡ്രൈവർ സുഗുണൻ എടപ്പള്ളി. സുഗുണൻ ഹായ് കൊടുക്കൂ. ഹായ് ബൈ ദ ബൈ. അപ്പോൾ ഈ ഒരു സമയം വന്നതുകൊണ്ട് നമുക്ക് അധികം വെയിലില്ല കേട്ടോ. അതൊരു ഗുണമാണ് നമുക്ക്. ഇതൊക്കെ അങ്ങ് ഒരുപാടങ്ങ് ദൂരം പോയിട്ടുണ്ട്. നമുക്ക് ആ പാലം, അവിടെ ഒരു പാലമുണ്ട്. ആ പാലമാണ് നമുക്ക് ഇറങ്ങണം. കാണാൻ പറ്റുമെന്നറിയില്ല. നമ്മളതാ ഇതാണ് ഈ പാലം. ഇതിൽ നമുക്ക് ഒരാൾക്ക് വരുന്നത് 500 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് പാട്ടൊക്കെ അടിച്ച് ചില്ലടിച്ച് ഇങ്ങനെ പോവാം. പ്രത്യേകിച്ചൊന്നുമില്ല, പൊട്ടിച്ച് പഠിക്കുക, ചില്ലടിച്ച് സെറ്റായിട്ട് പോവാം. ഈ പയ്യൻ ഉണ്ടല്ലേ, ഈ പയ്യൻ ഭയങ്കര മുളപ്പാണ്. ബാക്ക് വരുന്നത് ആ പയ്യനൊന്ന് സൂക്ഷിച്ച് വേണം. ഇദ്ദേഹം ഇവിടുത്തെ ഇപ്പോൾ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ടെന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറേണ്ട കേട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ കിട്ടിയാ എന്താ കിട്ടും സാധനം? ഫുഡുണ്ടല്ലോ, അതറിഞ്ഞാൽ മതി. ആദ്യം അതറിയണം. ഭയങ്കര സ്പീഡാണ്. നീങ്ങി വേണ്ടോ? ഇങ്ങോട്ട്
ചവിട്ടി വിട് ഈ ആനയെ പിടിച്ച് കേറ്റാൻ ബാബാ പിടിച്ചോ കുഴപ്പമില്ല, ഇതുള്ളതുകൊണ്ട് പൊങ്ങി കിടക്കുന്നു. പിന്നെ കമ്പനിയൊക്കെ വേണോ അവിടെ കൈയിട്ട് തീർന്നു കാല് ബാക്ക് പിടിച്ചോ ചാടി ഒറ്റ ചാടക്കത്തിന് കയറും. ഇതിലോട്ട് പിടിച്ചോടാ. ഏതാ ഇത് അതുകൊണ്ടുണ്ടോ? നരൻ എന്റെ അമ്മ എന്താണ് റഫീഖ്? വെള്ളത്തിലേടാ ലവൻ പെട്ട് കേട്ടോ. അവൻ രണ്ടോട്ട് അവൻ ഭയങ്കര ഷോ നേരത്തോട്ടെ. അവന്റെ ഇതെടുത്തില്ലേടാ ആൻസർ. എടുത്ത് ആൻസം ആരെങ്കിലും ഇരിക്കും. നിന്റെ ഇരിക്കുന്നു അല്ല. ചേട്ടാ നമുക്കിനി എങ്ങോട്ടാ പോണ്ടിയുള്ളേ? നേരെ അങ്ങോട്ട് എന്നാ പോവാം. വെള്ളം പറ്റിക്കാൻ എന്തോരം മാർഗം? ഞാനും അത് ആലോചിക്കുന്നത് തുറന്നിടാൻ പറ്റുമോ? തുറന്നിട്ടാ കയറും. രണ്ടാമത്തെ വട്ടവും വീണിട്ട് ഇവർക്ക് ക്ഷീണിച്ച് അവശയായി വരികയാണ്. ആ സാധനം എടുത്തത് കാര്യമായിട്ടാ പെട്ടത്. മൊബൈൽ ഇരിക്കുന്ന കവർ ഉള്ളത് കൊണ്ട് ഭയങ്കര ഭാഗ്യമാണ്. ഗോപ്രോ ഒക്കെ കൊണ്ടുവരണമെങ്കിൽ ഫ്ലോട്ടിങ് ചെയ്യാൻ പറ്റുന്ന ട്രൈപ്പോഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഒക്കെയാണ്, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. അങ്ങോട്ട് പോയി വേക്കട്ടെ വെള്ളം കുറെ കുടിച്ചാൽ ഞാൻ തൊടാതെ തന്നെ. അപ്പം വെള്ളമൊക്കെ നനഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 3 മണി സമയത്തൊക്കെയാണ് വരുവാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഫുള്ള് നമുക്ക് ഇവിടെ കാണാനൊക്കെ പറ്റും. ഇപ്പം നമ്മൾ ഇച്ചിരി ഇരുട്ടിയില്ല ഏകദേശം, എന്നാലും നമുക്ക് ഫോട്ടോസോ കാര്യങ്ങളോ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് പാടായിരിക്കും ഈ ഒരു ടൈം ആയതുകൊണ്ട്. 3 മണിക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നല്ല സെറ്റ് ടൈമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ൂപ്പാട് വന്നു ക്രിസ്ത്യൻസിനെ വേറെ ഷർട്ടും ഇല്ലല്ലേ?